നിലമ്പൂർ എടവണ്ണപ്പാറ ഏറാമ്പ്ര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കും. 5 ദിവസങ്ങളിലായി താന്ത്രിക ചടങ്ങുകളും നടക്കും. ദേശവരവുകൾ, കൊടിയേറ്റം, സർഗോത്സവങ്ങൾ, ഉദ്ഘാടന സഭ, പുരസ്കാര സമർപ്പണം, ലളിത സഹസ്രനാമ ലക്ഷാർച്ചന, വിദ്യാഗോപാല മന്ത്രാർച്ചന, പള്ളിവേട്ട എന്നിവ നടക്കും. 5-ാം ദിവസം ക്ഷേത്രകുളത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങുക. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. നിർധന രോഗികൾക്ക് മരുന്നുകൾ വീടുകളിൽ സൗജന്യമായി എത്തിച്ചു നൽകുന്ന ശിവകൃപ സേവാ പദ്ധതിയുടെ ഉദ്ഘാടനം മെയ് 5-ന് ഉദ്ഘാടന സഭയിൽ വെച്ച് നടക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മലപ്പുറം ജില്ലാ സേവാ പ്രമുഖ് KA മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ധാർമ്മികവും ആധ്യാത്മികവുമായ സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നവർക്കായി വർഷം തോറും നൽകി വരുന്ന ശങ്കരപത്മ പുരസ്കാരം ഈ വർഷം P. മാധവൻ നായർ വരിക്കപ്പറ്റയ്ക്ക് സമ്മാനിക്കും. എടവണ്ണപ്പാറ ഏറാമ്പ്ര ശിവക്ഷേത്രം അവിടെ നടക്കുന്ന ഉത്സവത്തെപ്പറ്റി നിങ്ങളെ അറിയിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും വാർഷികമായിട്ട് ഉത്സവാചരണങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം വിശേഷമായിട്ട് ഒരു സാമാജികമായ പരിവർത്തനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഈ വരുന്ന 5-ാം തീയതി മെയ് 5-ാം തീയതി മുതലാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് താന്ത്രികമായ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു വരുന്നത്. 5-ാം തീയതി ശുദ്ധിക്രിയകൾ ആരംഭിക്കും. 6-ാം തീയതി കൊടിയേറ്റം, 9-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്ന തരത്തില് 5 ദിവസം നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. വിശേഷമായിട്ട് ആ ഗ്രാമത്തിലെ നിർധനരായിട്ടുള്ള രോഗികൾക്കുള്ള ഒരു സൗജന്യ മരുന്ന് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം അന്നേ ദിവസം നടക്കുന്നുണ്ട്. അത് നിയമേന തുടർന്ന് നടന്നു പോകുന്നതാണ്, ഒക്കേഷണലി ഉള്ളത്. അപ്പോ വലിയൊരു സമാജ പരിവർത്തനം തന്നെയാണ് അതിലൂടെ ഏറാമ്പ്ര മഹാദേവ ക്ഷേത്ര സമിതി ആഗ്രഹിക്കുന്നത്. കൂടാതെ മലപ്പുറം ജില്ലയിലെ ധാർമ്മികവും ആധ്യാത്മികവുമായി ദീർഘകാലം പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് നൽകി വരുന്ന ശങ്കരപത്മം പുരസ്കാരം അത് 3 വർഷമായി നൽകി വരുന്നു. ആദ്യത്തെ വർഷം പ്രഥമ വർഷം നൽകിയത് പത്മശ്രീ നേടിയിട്ടുള്ള മാന്യ ബാലൻ പൂതേരി അവർക്കാണ്. കഴിഞ്ഞ വർഷം പാലേമാട് വിവേകാനന്ദ പഠനകേന്ദ്രം ചെയർമാൻ ശ്രീ KR ഭാസ്കരപിള്ള സാറിന് നൽകിയത്. ഈ വർഷം അത് നൽകുന്നത് ധാർമ്മികമായി വ്യക്തിമുദ്ര പതിപ്പിച്ച വെള്ളിക്കപ്പെട്ട ശ്രീ മാധവൻ നായർ അവർക്കാണ് അത് നൽകുന്നത്. നമ്മളുടെ ഉദ്ഘാടന സഭയിൽ വെച്ചുകൊണ്ട് ആ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതുമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യപദ്ധതികളിലൂടെയാണ് ഏറാമ്പ്ര ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഉത്സവ സംഘാടക സമിതി ഭാരവാഹികളായ പുതുക്കുടി അപ്പു ഓമാനൂർ, ശ്രീജിത്ത് പുത്തൻപീടിയക്കൽ, കൃഷ്ണ പ്രഗീഷ്, ക്ഷേത്രം ഭാരവാഹികളായ രാഘവൻ പുത്തൻമാക്കൽ, പ്രദീപ് കമ്പാളത്തോടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.